അധ്യായം 20. സഞ്ജയ് ഒരു കൈകൊണ്ട് മുറിവ് പൊത്തിയൊന്ന് നേരെ നിന്നു. വിവേക്, അകത്തേക്കിരിക്കെ. അവൻ സ്വാഭാവികം എന്നോണം പറഞ്ഞിട്ട് ഷെൽഫിലെ മെഡിസിൻ ബോക്സിൽ നിന്നും കോട്ടൺ ഡെറ്റോളിൽ മുക്കി മുറിവ് തുടച്ചു. ഗൗരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിവേകിൻ്റെ നെഞ്ചിൽ ആഞ്ഞടിച്ചു. എന്താ ചെയ്ത ഏട്ടാ? സഞ്ജു ചേട്ടൻ പാവമാണ്. എൻ്റെ ജീവനാണ്. എന്ത് ദുഷ്ടനായേട്ടാ നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്ന പോലും സഞ്ജു ചേട്ടൻ കാരണമാണ്. നിങ്ങളെ കൊല്ലാതിരിക്കാനാ ആ അനൂപിനെ അറസ്റ്റ് ചെയ്തേ. നിങ്ങളെ രക്ഷിക്കാൻ. വിവേക് നടുങ്ങി നിന്നുപോയി. അവൾ ഓടി സഞ്ജയുടെ അടുത്തെത്തി. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. സഞ്ജയ് ഷർട്ടൂരി മുറിവ് നോക്കി. വിവേകിന് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് ആഴമില്ല. നീ വേറെ ഒരു ഷർട്ട് എടുത്തിട്ട് വാ ഗൗരി, അവൻ ഗൗരിയോട് പറഞ്ഞു. വിവേക് അവൻ്റെ മുന്നിൽ വന്നു. വിവേകിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ തന്നെയാവും ചെയ്യുക. അനിയത്തിയോടുള്ള സ്നേഹമുള്ള ഏതേട്ടനും ഇത് ചെയ്യും. വിവേക് അവൻ്റെ മുന്നിൽ കൈകൂപ്പി. മാപ്പ്, ഞാൻ അറിഞ്ഞില്ല. ഞാൻ കരുതിയത്. ഹേയ്, കുഴപ്പമില്ല. വിവേക് ഇരിക്കെ. അവൻ ബാൻഡേജ് ഉപയോഗിച്ച് മുറിവൊന്ന് ചുറ്റിക്കെട്ടി. സഞ്ജു ചേട്ടാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ചോര നിന്നിട്ടില്ല. ഷർട്ട് നീട്ടി അവൾ പറഞ്ഞു. ഒന്നുമില്ലാടി, വരുൺ വരട്ടെ, ഞാൻ പൊയ്ക്കോളാം. പൊടുന്നനെ ഗൗരി ബോധമറ്റ് അവൻ്റെ നെഞ്ചിലേക്ക് വീണു. സഞ്ജയ് ഭയന്നു പോയി. വിവേകും. ആ നിമിഷം തന്നെയാണ് വരുണിൻ്റെ കാറ് ഗേറ്റ് കടന്നു വന്നതും. അവളെ സെറ്റിയിൽ കിടത്തി സഞ്ജയ് വേഗം ഷർട്ട് ധരിച്ചു. എന്താടാ? വരുൺ ഓടി വന്നു. ഗൗരിക്ക് പെട്ടെന്നൊരു തലചുറ്റൽ. വരുണിത് വിവേക്. ഗൗരിയുടെ മനസ്സിലായി. താര ഗൗരിയുടെ പൾസ് ഒന്ന് നോക്കി. പിന്നെ ചെറിയൊരു ചിരി വന്നു മുഖത്ത്. ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. ഫാനൊന്ന് സ്പീഡിലിട്ടോളൂ, കാറ്റ് കിട്ടട്ടെ. മിയമോളെ, കുറച്ച് നാരങ്ങ വെള്ളം ഉപ്പിട്ടൊന്നെടുക്കാം. താര മിയയുടെ തോളിലൊന്ന് തൊട്ടു. വരുൺ, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. സഞ്ജയ് മെല്ലെ അവൻ്റെ ചെവിയിൽ പറഞ്ഞു. ഗൗരിക്ക് കുഴപ്പമില്ലെന്നാണല്ലോ ആൻറ്റി പറഞ്ഞത്? അവൻ അടക്കി ചോദിച്ചു. ഗൗരിക്കല്ലടാ പൊട്ട, എനിക്കാ. നിനക്കെന്ത്? അവൻ്റെ ശബ്ദം തെല്ലുയർന്നു. മിണ്ടരുത്, പറയാം. അവൻ വരുണിൻ്റെ കാലിലൊന്ന് ചവിട്ടി. ഗൗരി അപ്പോഴേക്കും കണ്ണു തുറന്നു. മെല്ലെ എഴുന്നേറ്റു. അമ്മ എപ്പോൾ വന്നു? അവൾ തളർന്നു പോയ ശബ്ദത്തിൽ ചോദിച്ചു. ഇപ്പം വന്നേയുള്ളൂ അമ്മേ. സഞ്ജു ചേട്ടന്. താര ചോദ്യഭാവത്തിൽ അവളെ ഒന്ന് നോക്കി. എന്താ സഞ്ജു? എനിക്കൊന്ന് പുറത്തു പോകണം. വിവേക് ഉണ്ടല്ലോ ഇവിടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിവേക് ഇന്ന് പോകില്ലല്ലോ. വിവേക് പരിഭ്രമത്തിൽ അവനെ നോക്കി. അമ്മയെ അറിയണ്ട എന്ന് അവൻ ഗൗരിയെ കണ്ണു കാണിച്ചു. മിയ കൊടുത്ത വെള്ളം കുടിച്ചപ്പോൾ അവൾ ഒരുവിധം നോർമലായി. എന്നിട്ടും ദയനീയമായി അവനെ നോക്കിക്കൊണ്ടിരുന്നു. ഞാനും വരുണും കൂടി ഒന്ന് പോയിട്ട് വരാം. വരുണെന്തിനാ? അവൻ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നതല്ലേ. നീ ഓഫീസിലല്ലേ പോകുന്നേ? താര സംശയത്തോടെ ചോദിച്ചു. ഇവൻ്റെ ബ്ലഡ് റിസൾട്ട് നോർമലായെന്ന് കരുതി ഉടനെ ഡ്രിങ്ക്സ് കഴിക്കാൻ ഞാൻ അനുവദിക്കില്ല കേട്ടോ. എൻ്റെ അമ്മയെ, അതിനല്ല. ഇവനെ കണ്ടിട്ട് ഒരാഴ്ചയായി. കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഇവനോട് പറയാൻ. ഞങ്ങൾ ഉടനെ വരാം. വരുൺ അന്തം വിട്ട് നിൽപ്പാണ്. വേഗം വരാം, സഞ്ജയ് പറഞ്ഞു. വരുൺ അത് ആവർത്തിച്ചു. വേഗം വരാം. അവർ പോയി. ഇവനെന്താ തത്തയാണോ? അവൻ ചൊല്ലുന്നത് ഏറ്റു ചൊല്ലാൻ. ഇതേതാണ്ട് കള്ളത്തിൽ ഒപ്പിച്ചിട്ടുള്ള പോക്ക, താര മിയയോട് പറഞ്ഞു. പിന്നെ വിവേകിന് നേരെ തിരിഞ്ഞു. വീട്ടിലെല്ലാവർക്കും സുഖമാണോ മോനെ? അവന് തലയാട്ടി. മോനൊന്ന് കുളിച്ച് വേഷം മാറി വാ. ഗൗരി, സഞ്ജുവിൻ്റെ ഡ്രസ്സ് കൊടുക്കട്ടോ. സുഷമ സാധനങ്ങൾ വാങ്ങി വരുന്നത് കണ്ട് താര അമ്പരന്നു. ആഹാ, ഇവിടെ ഇല്ലായിരുന്നോ? ഇല്ല ഡോക്ടറമ്മേ, ഞാൻ അപ്പുറത്തെ ആനി മാഡത്തിൻ്റെ കൂടെ ഒന്ന് കൂട്ടുപോയതാ ഹോസ്പിറ്റലിൽ. പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനും ഉണ്ടായിരുന്നു. അത് ശരി, ഇപ്പം ഫുഡ് റെഡിയാക്കാമേ. അവർ അടുക്കളയിലേക്ക് പോയി. നീ ഓടിച്ചാൽ മതി. സഞ്ജയ് കീ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് കാറിൽ കയറി. ഒരു തളർച്ച തോന്നി അവന്. ഇപ്പോഴും ബ്ലീഡിങ് നിന്നിട്ടില്ല. വരുണിനൊരു ആപത്ശങ്ക തോന്നി. എന്താ? നീ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വണ്ടി വിടാം. അവിടെ എൻ്റെ ഫ്രണ്ടുണ്ട്, റാം. വരുൺ തെല്ല് പേടിയോടെ അവനെ നോക്കി. സഞ്ജയ് ഫോണെടുത്ത് റാമിനെ വിളിച്ചു. താൻ എത്തുന്നുവെന്നും ചുരുക്കമായും കാര്യങ്ങൾ പറഞ്ഞു. വരുൺ, ഐ എം വണ്ടേർഡ്. സഞ്ജയ് അവൻ്റെ ചുമലിലേക്ക് തല ചേർത്ത് വെച്ചു. സഞ്ജു, അവൻ കാറ് സഡൻ ബ്രേക്ക് ഇട്ടു. വണ്ടി നിർത്തരുത്, ബ്ലീഡിങ് കൂടുതലാ. വേഗം ഹോസ്പിറ്റലിൽ എത്തണം. മോനെ, എന്താ പറ്റിയേ? എന്താ? വരുൺ പൊട്ടിക്കരഞ്ഞുപോയി. വിവേകിനൊരു അബദ്ധം പറ്റിയതാ. അവൻ കരുതിയത് ഞാനിപ്പോഴും ഗൗരിയെ. വരുണിൻ്റെ ഷർട്ട് നനഞ്ഞു. സഞ്ജയുടെ ഷർട്ടിലൂടെ രക്തം വരുണിൻ്റെ ഷർട്ടിലേക്ക് ഒഴുകി നനയ്ക്കുന്നുണ്ടായിരുന്നു. വരുൺ കണ്ണു തുടച്ചുകൊണ്ട് കാറിൻ്റെ സ്പീഡ് കൂട്ടി. എന്നെ കുത്തിയ ആളെ ഞാൻ കണ്ടിട്ടില്ല. നല്ല ഇരുട്ടായിരുന്നു. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എൻ്റെ ബോധം പോയാൽ റാം വീണ്ടും ചോദിച്ചാൽ, അല്ലെങ്കിൽ പോലീസ് വന്നാൽ നീ പറയേണ്ടത് ഇതാണ്. ഞങ്ങൾ വരുമ്പോൾ എല്ലാം കഴിഞ്ഞിരുന്നു. ബാക്കി എൻ്റെ ബോധം വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം. വരുൺ അവൻ്റെ മുഖം ഇടത് കൈകൊണ്ട് സ്വന്തം നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. സഞ്ജയ്ക്ക് ഒരു സുഖം തോന്നി. എടാ, ഞാനിങ്ങനെ കിടന്നങ്ങ് ചത്താലും ഞാൻ ഹാപ്പിയാടാ, അവൻ പറഞ്ഞു. മിണ്ടല്ലേടാ നാറി, വരുൺ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും സഞ്ജയുടെ ബോധം മറഞ്ഞു. റാമിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നത് കൊണ്ട് എല്ലാം എളുപ്പമായിരുന്നു. അവൻ്റെ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ബ്ലഡ് ഹോസ്പിറ്റലിൽ അറേഞ്ച് ചെയ്തിരുന്നു.
വരുൺ അവൻ്റെ ഞരമ്പിലേക്ക് ബ്ലഡ് കയറുന്നത് നോക്കിയിരുന്നു. ഭാഗ്യത്തിന് ഇൻറ്റേർണൽ ഓർഗൻസ് സേഫാണ്. കട്ടായിട്ടോ ഡാമേജ് ആയിട്ടോ ഇല്ല. പിന്നെ വെയിൻ കട്ടായതാണ് ബ്ലഡ് ലോസ് ഉണ്ടാകാനുള്ള കാരണം. കുഴപ്പമില്ല, ഹീസ് ഓക്കെ, റാം വരുണിനോട് പറഞ്ഞു. വരുൺ മേലെ തലയാട്ടി. ഞാൻ റൂമിലുണ്ട്. കേസാക്കണ്ട എന്നാണെങ്കിൽ അവന് ബോധം വരുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി. വരുൺ ഒന്ന് മൂളി. ഗൗരിയുടെ ഫോൺ വന്നപ്പോൾ അവൻ എടുത്തു. സഞ്ജു ചേട്ടൻ. വരുണിന് സത്യത്തിൽ ദേഷ്യമാണ് തോന്നിയത്. അവൻ എന്തൊക്കെയോ പറയണമെന്ന് തോന്നി. പക്ഷെ പിന്നെ വീണ്ടും വിചാരമുണ്ടായി. ഗൗരി എന്തു ചെയ്തു? പാവം. എവിടെയാ നിങ്ങൾ? ഞാൻ അങ്ങോട്ട് വരാം. സഞ്ജു ചേട്ടന് ഫോൺ കൊടുക്കുമോ പ്ലീസ്? ഗൗരി, അവൻ മയക്കത്തിലാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിലാണ്. പക്ഷെ പേടിക്കേണ്ട, സീരിയസ് ആയ ഒന്നുമില്ല. ബ്ലഡ് ലോസ് ഉണ്ടായി കുറച്ച്. അതൊന്ന് ശരിയാകുമ്പോൾ വരും. അമ്മ അറിയരുത്, മിയയും. ഗൗരി കണ്ണീരോടെ മൂളി. അവളുടെ ഹൃദയത്തിൽ വേദന നിറഞ്ഞു. താൻ കാരണമാണില്ല. ഈ വേദനകൾക്കെല്ലാം കാരണം. അവൾ മുഖം പൊത്തി വിങ്ങിക്കരഞ്ഞു. വിവേക് അവളുടെ മുറിയിലേക്ക് വന്നു. മോളെ, ഇതൊന്നും ഏട്ടൻ അറിഞ്ഞില്ലടി. ഏട്ടനോട് സഞ്ജയ് പറഞ്ഞത് നിന്റെ ജീവിതം നരകമാക്കുമെന്നാണ്. ഞാൻ കരുതി മോളെങ്കിലും രക്ഷപ്പെട്ടു പോട്ടെ എന്ന്. ഗൗരിക്ക് ഏട്ടനോട് സഹതാപം തോന്നി. പാവം, 7 വർഷം ജയിലിൽ കിടന്നത് ചെയ്യാത്ത കുറ്റത്തിനാണ്. ഇപ്പോൾ തനിക്ക് വേണ്ടിയാണ് ഈ. സാരമില്ല ഏട്ടാ, സഞ്ജു ചേട്ടൻ ഏട്ടനെ മനസ്സിലാവും. ഏട്ടൻ വിഷമിക്കേണ്ട. അവൾ വിവേകിനെ സമാധാനിപ്പിച്ചു. സഞ്ജയ് ഉണർന്നപ്പോൾ തൻ്റെ കാൽക്കൽ മുഖമണച്ച് കിടക്കുന്ന വരുണിനെ കണ്ടു. അവൻ ഒരു നിമിഷം അത് നോക്കിക്കിടന്നു. എടാ, വരുൺ ഒറ്റ വിളിയിൽ പിടഞ്ഞെഴുന്നേറ്റു. എനിക്ക് കുറച്ച് വെള്ളം വേണം. അവൻ വെള്ളം ഗ്ലാസ്സിലാക്കി കൊടുത്തു. നീ വെള്ളം കഴിച്ചോ? സഞ്ജയ് ചോദിച്ചു. പിന്നെ 6 പൊറോട്ടയും മട്ടനും ഒരു കോഴി ഫുൾ വറുത്തതും, വരുൺ ഗൗരവത്തിൽ പറഞ്ഞു. അയ്യോ, കോമഡിയാണോ ഉദ്ദേശിച്ചത്? ചളി വാരി അങ്ങ് പൊത്തുവാ അല്ലേ? എനിക്ക് വിശക്കുന്നിടാ. ദേ, നീ ആ ജനൽ കൂടെ നോക്കിക്കേ, തട്ടുകട. വരുണിൻ്റെ മുഖം വിടർന്നു. ദോശ മതിയോ? ഓംലേറ്റ് കൂടി, ഡബിൾ. ആർത്തി പണ്ടാരം. വരുൺ പിറുപിറുത്തുകൊണ്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സഞ്ജയ് തലയിണ ഉയർത്തിവെച്ച് വരുൺ പോകുന്നത് ജനലിലൂടെ നോക്കിക്കിടന്നു. ഫോൺ ശബ്ദിക്കുന്നത് കേട്ട് അവൻ നോക്കി. ഗൗരി. അവൻ മെല്ലെ വിളിച്ചു. സഞ്ജു ചേട്ടാ, ഒരു പൊട്ടിക്കരച്ചിൽ. നീ കരയുവാണെങ്കിൽ ഞാൻ ഫോൺ വയ്ക്കും. വേണ്ട, കട്ട് ചെയ്യല്ലേ. എൻ്റെ നെഞ്ചു പൊട്ടുന്ന വേദനയായത്. എനിക്ക് സഹിക്കാൻ വയ്യ. ഞാൻ അറിയാതെ കരഞ്ഞു പോകുന്നതാ. ഞാൻ കാരണമല്ലേ എല്ലാം? നീ കാരണമല്ല, ഞാൻ കാരണം തന്നെ. എൻ്റെ വാശി, എൻ്റെ പക. നിന്നെ ഞാൻ നോവിച്ചത് ഒക്കത്തിന് ശിക്ഷ വേണ്ടേ? ഇതായി കൂട്ടിയാൽ മതി. എൻ്റെ മോൾ ഉറങ്ങിക്കോ. ഞാൻ രാവിലെ വരും. മുറിവ് സ്റ്റിച്ചുണ്ട്, പക്ഷെ സീരിയസ് അല്ല. ഒരാഴ്ച റെസ്റ്റ് വേണമായിരിക്കും. അമ്മയോട് കള്ളം പറയണമല്ലോ എന്ന് ഓർക്കുമ്പോൾ അല്ലാതെ ഇഷ്യൂയൊന്നുമില്ല. വിവേകിനെ ഞാൻ വന്നിട്ട് വീട്ടിലേക്ക് വിട്ടാൽ മതി. മുഴുവൻ ശത്രുക്കളാണ്. പിന്നെ ആളിന് ഭയങ്കര വിഷമവുമായിരിക്കും. ഗൗരി കണ്ണുനീർ തുടച്ചു. എൻ്റെ കൊച്ചു കിടന്നോളൂ കേട്ടോ, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. ഉമ്മ. ഗൗരി മെല്ലെ പറഞ്ഞു. സഞ്ജയുടെ കണ്ണുകൾ ലഹരിയിലെന്ന പോലെ ഒന്നടഞ്ഞു തുറന്നു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.